അജു. പാറു, അയ്യോ പാറു പോവല്ലേ. പാറു, പാറു. അയ്യോ സ്വപ്നായിരുന്നു. പാറു, നീ എവിടെയാ പാറു? നിനക്ക് വേണ്ടിയിട്ടാ ഞാൻ ഇപ്പോഴും ജീവനോടെ ഉള്ളത്. പാറു, നീ എപ്പോഴാ പാറു എന്നെ ഒന്ന് കാണാൻ വരിക? പിന്നെ കാണാണ്ട് കണ്ടതോണ്ടല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ട മത്തിക്കറിയും മത്തി വരച്ചതൊക്കെ ഉണ്ടാക്കിയത്. അല്ല അമ്മേ, എനിക്ക് അറിയാമല്ലോ എന്നിട്ട് ചോദിക്കാം. അമ്മ എന്തിനാ എന്നോട് തിരക്കിട്ടിപ്പോ ലീവ് എടുക്കാനൊക്കെ പറഞ്ഞത്? നിന്നെ എന്തിനാ വരാൻ പറഞ്ഞതെന്നാ? അത് നല്ല ചോദ്യം. എടി, നീ വീട്ടിലേക്ക് വരാതെ എത്ര ദിവസമായി, എത്ര മാസമായി? 2 മാസം കഴിഞ്ഞില്ലേ? അപ്പൊ ഞങ്ങൾക്കൊരു ആഗ്രഹമില്ലേ നിന്നെ കാണാൻ വേണ്ടിട്ട്? അമ്മ, ഞാൻ പുതിയതായിട്ട് ജോയിൻ ചെയ്തതല്ലേ, അതുകൊണ്ട് പിടിപ്പത് പണിയാ അവിടെ. അവിടെ നിന്നും ഇറങ്ങാൻ പറ്റണ്ടേ? ഇപ്പൊ തന്നെ ആ മാനേജർ കയ്യും കാലം പിടിച്ചിട്ടാ ലീവ് ചോദിച്ചത്. എന്നോട് തന്നെ വരാൻ പറയുന്നതിന് നിങ്ങൾക്കും അങ്ങോട്ടൊക്കെ വന്നൂടെ? ഞാൻ തന്നെ വരണോ എന്നിട്ടുണ്ടാ? എടി, ഇവിടെ നിന്നെല്ലാം വിട്ടെറിഞ്ഞിട്ട് നിന്റെ അടുത്ത് വന്ന് നിൽക്കാൻ പറ്റുമോ ഞങ്ങൾക്ക്? ഇവിടെയും പിടിപ്പത് പണിയില്ലേ ഞങ്ങൾക്ക്? എടി, നമ്മൾ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് കുറേ ആയില്ലേ, മാസങ്ങൾ തന്നെ ആയില്ലേ. നമുക്ക് നാളെ എല്ലാവർക്കും ഒന്ന് അവിടം വരെ പോയിട്ട് വരാം. ശരി അമ്മേ, നമുക്ക് നാളെ പോവാം. ശരി അമ്മേ, നാളെ പോവാം. ഇപ്പൊ എന്തെങ്കിലും എനിക്ക് കഴിക്കാൻ താ. വിശന്നിട്ട് കുടല് കയറ്റുന്ന തോന്നുന്നു. ഇപ്പൊ തരാൻ താ, നിനക്ക് തന്നെയാ ഇവിടെ വളമ്പി വെച്ചിരിക്കുന്നത്. ഇന്ന് മോളെ നീ അച്ഛനെ കണ്ടായിരുന്നോ? ഇല്ല അമ്മേ, അച്ഛൻ എവിടെ പോയി? അച്ഛന്റെ കലിപ്പൊക്കെ മാറിയോ അമ്മേ? അതൊക്കെ എപ്പോഴേ ശരിയാണ്. അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ വിളിച്ചത്. നീ പോ മോളെ, നീ പോയിട്ടേ അച്ഛനോടൊന്ന് സംസാരിക്കേ. ശരി അമ്മേ, ഞാൻ സംസാരിക്കാം. അച്ഛാ. മോളോ? മോളിതിപ്പോ വന്ന? ഞാൻ വന്നിട്ട് കുറച്ച് സമയമായിച്ചാ. വാ മോളെ, വന്നിവിടെ ഇരിക്കി. അച്ഛൻ ഫുഡ് കഴിച്ചാ? ഞങ്ങളൊക്കെ നേരത്തെ കഴിച്ചതാ മോളെ. അച്ഛൻ ഇപ്പോ എന്നോട് ദേഷ്യമാണോ? അച്ഛനെന്താ ഒരിക്കൽ പോലെ എന്നെ ഹോസ്റ്റലിലോട്ട് കാണാൻ വരാത്തെ? അയ്യോ, ഞാനെന്തിനാ മോളോട് ദേഷ്യപ്പെടുന്നു? എനിക്കൊരു ദേഷ്യമില്ല മോളോട്. പിന്നെന്താ അച്ഛൻ അങ്ങോട്ട് വരാത്തത്? അത് പിന്നെ മോളെ, ഇവിടെ ജോലി തിരക്ക് കാരണം ഒന്ന് നടന്നു വർത്താൻ പോലുള്ള സമയമില്ല. പിന്നെ ദേഷ്യമില്ലാഞ്ഞിട്ടാണോ അച്ഛന് ഞാൻ ഫോൺ വിളിച്ചാലെടുക്കാത്തെ? അതെനിക്ക് ആദ്യം ചെറിയൊരു വിഷമൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും ഇല്ലാത്ത, ആരും അറിയാത്ത നാട്ടിലൊക്കെ പോയിട്ട് നിൽക്കുന്നതല്ലേ. പിന്നെ അത് ശരിയായി. ഇപ്പൊ എല്ലാവരും ദൂരാണോ അടുത്താണോ ഒന്നും നോക്കാറില്ലല്ലോ. പിന്നെ ജോലി കിട്ടിയാൽ അവിടെ പോയി താമസിക്കില്ലല്ലേ. അത് ശരിയാച്ചാ, ഇപ്പൊ പിന്നെ ജോലി കിട്ടിയാല് എല്ലാരും മാറി താമസിക്കില്ല തന്നെയാ പതിവ്. പിന്നെ നല്ല ജോലി കിട്ടുമ്പോ നമ്മൾ ആ ജോലി നിരസിച്ചാലുണ്ടല്ലോ, പിന്നെ നമുക്ക് അടുത്ത ജോലി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതാ മോളെ, ഞാനൊന്നും അധികം പഠിച്ചില്ലല്ലോ. പിന്നെ എനിക്ക് അത്രയും വലിയ വിവരമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ആ ഒരു ദേഷ്യത്തിൽ നിന്നോടൊന്ന് വഴക്ക് പറഞ്ഞേ ഉള്ളൂ. ഇപ്പൊ എനിക്കൊക്കെ ശരിയായി. താങ്ക്സ് അച്ഛാ, എന്നെ മനസ്സിലാക്കിയില്ലേ? അച്ഛാ, എങ്കിലേ ഒരിക്കലേ അമ്മ അച്ഛൻ എല്ലാവരും കൂടിയിട്ട് എൻ്റെ ജോലി സ്ഥലത്തോട്ട് പോവാം. നമുക്ക് അവിടെ നല്ല സ്ഥലമൊക്കെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ടുള്ള. നമുക്ക് അവിടെയൊക്കെ പോവാം. പിന്നെ കുറേ ഷോപ്പിംഗ് മാളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാം. ശരിയാ മോളെ, ശരിയാ. നമുക്ക് അവിടെ വന്നിട്ടൊന്ന് അടിച്ചു വിളിക്കാം. ഒരിക്കലും വരുന്നുണ്ട് ഞാനും അവളൊക്കെ കൂടിയിട്ട്. അതന്നെ. എന്നാ ശരി മോളെ, മോൾ ഭക്ഷണം കഴിച്ചോ? ഞാനേ കടയിലോട്ടൊന്ന് പോയി വരാം. മോക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടോ? എന്തെങ്കിലും വേണോ? വേണ്ട അച്ഛാ, എനിക്കൊന്നും വേണ്ട. അച്ഛൻ പോയിട്ട് വാ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിങ്ങളോട് എത്ര സമയമായി ഞാൻ പറയുന്നത്? സർ, എനിക്കൊന്നും അറിയില്ല സർ. അതെന്താ മാം അങ്ങനെ? ഒരു പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ഇല്ലാണ്ടാണോ നിങ്ങൾ അവരെ ചികിത്സിക്കുന്നത്? സർ, ഞങ്ങൾക്ക് പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് അങ്ങനെ പുറത്ത് പറയാൻ പറ്റില്ല. സാറിന് അത്ര അത്യാവശ്യമാണെങ്കിൽ സർ ഡോക്ടറിനോട് പോയിട്ട് ചോദിച്ചോ. വെറുതെ ഇവിടെ ജോലി ചെയ്യുന്നവരെ ബുദ്ധിമുട്ടാക്കരുത് സർ. ഞങ്ങൾക്ക് കുറെ ജോലിയുണ്ട്. നിങ്ങൾ മാത്രമല്ല നോക്കേണ്ടത്. ബാക്കിൽ കുറെ പേഷ്യൻസ് ഇല്ലേ, അവരെയും കൂടി ഞങ്ങൾക്ക് ചെക്ക് ചെയ്യണ്ടേ? എന്തുവാ പറഞ്ഞ? ഞാൻ ഡിസ്റ്റർബ് ചെയ്തെന്നോ? ഞാൻ എവിടെയാ നിങ്ങളോട് ഡിസ്റ്റർബ് ചെയ്തത്? നിങ്ങളോട് ഞാൻ ചെറിയൊരു ഇൻഫർമേഷൻ ചോദിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ അതിനുള്ള ശരിയുള്ള ഉത്തരം പോലും നിങ്ങൾ പറയുന്നില്ല. സർ, ഞാൻ മര്യാദക്കാണ് പറഞ്ഞത്. ഇവിടെ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് വേറൊരാൾക്ക് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോ ഞാൻ സെക്യൂരിറ്റിയെ വിളിക്കണോ? നിങ്ങളുടെ അടുക്കൽ നിന്ന് എങ്ങനെയാ ഡീറ്റെയിൽസ് എടുക്കേണ്ടതെന്നൊക്കെ എനിക്കറിയാം. എന്നാ ഞാനിപ്പോ പോകുന്നേ. ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വരും. അപ്പൊ കാണിച്ചു തരാട്ടാ. രാവിലെ തന്നെ ഓരോരുത്തരും കുറ്റം വെച്ചോണ്ട് മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. എന്നാലും ഡോക്ടർ എന്തിനായിരിക്കും ആ പേഷ്യന്റിന് ഇൻഫർമേഷൻ ഇയാൾക്ക് കൊടുക്കാത്തതും?